പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ എൻഡോമെന്റ് വിതരണം സ്കൂൾ വാർഷികാഘോഷം ആരവം 2025 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ എൻഡോമെന്റ് വിതരണം സ്കൂൾ വാർഷികാഘോഷം ആരവം 2025 സംഘടിപ്പിച്ചു. വാർഷികാഘോഷം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ കൊല ചെയ്യുന്നതിന് യാതൊരു മടിയില്ല. മൃഗങ്ങൾ നമ്മൾ പറയുന്നത് വിവരമില്ല. പക്ഷെ ഒരു മൃഗവും തന്റെ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ ഒരു മൃഗത്തിനെ കൊല്ലില്ല. പക്ഷെ മനുഷ്യൻ എന്തിനാണ് ഈ കൊല ചെയ്യുന്നത്? ആ തിരിച്ചറിവ് ഉണ്ടാക്കണം. എല്ലാ അർത്ഥത്തിലും കേരളം ബദലായി മാതൃകയായി പോവുകയാണ്. ഇന്ത്യക്ക്, ലോകരാജ്യങ്ങൾക്ക് എല്ലാം മാതൃകയാകാം. പക്ഷേ സ്നേഹം നഷ്ടപ്പെടുന്നു. ചാനലുകൾ മാറി മാറി വെക്കുമ്പോഴും അതിനകത്ത് മത്സരിച്ച് ഇന്നത്തെ കൊലപാതകമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അതുകൂടാതെ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി FIR മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പ്രോഗ്രാംസ് ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സ്നേഹം വളർത്തുന്ന രീതിയിലേക്ക് മാറാൻ കഴിയണം. SMC ചെയർപേഴ്സൺ ശ്രീദേവി ധനപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപിക R. രേണുക സ്വാഗതം രേഖപ്പെടുത്തി. സാധാരണ ഒരുപാട് അനാഥാലയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഗാന്ധിഭവന്റെ ഒരു വേറിട്ട പ്രവർത്തനം തന്നെയാണ്. ഗാന്ധിഭവനിൽ നിന്നും നമ്മുടെ പവനസ്ഥാന ഒരു പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മികച്ച ജനനായകനുള്ള ഒരു അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. വാർത്തകളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയ കലാമണ്ഡലം ഗഗന ഗണേഷ് വിശിഷ്ട അതിഥിയായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു സമ്മാനദാനം നിർവഹിച്ചു. സുകുമാരൻ മെമ്മോറിയൽ ട്രോഫി വിതരണം വാർഡ് മെമ്പർ K. ചിത്രലേഖ വിതരണം ചെയ്തു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ, ലീന രാജു, AEO സിന്ധു, BPC ബിന്ദുമോൾ, അമ്മിണി എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി I. സുനിതാകുമാരി നന്ദി രേഖപ്പെടുത്തി. മാർച്ച് 6, 7 തീയതികളിലാണ് വാർഷികാഘോഷം നടന്നത്. സൈഡ് നെറ്റ് ന്യൂസ്, ദേവികുളങ്ങര.